പണ്ട് ഞാൻ 5 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ ഇനാഗുറേഷൻ, തുടക്കകാലത്ത് വിന്നറായ സമയത്ത്. അപ്പോൾ 3 ലക്ഷത്തിന് വന്ന ഇനാഗുറേഷൻ ഒന്നും എല്ലാം ആൾക്കാർ വിചാരിച്ചു പുള്ളി 5 വാങ്ങുന്നത്. ഈ 3 പ്ലാൻ നമ്മളെ വിളിക്കാതെ എന്റെ കുഴി അളിയാ നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ, അളിയ വന്നു ഇതെന്താ എന്തുകൂടെ വലിയ പൈസക്ക് നീ വെളി മേടിക്കും, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യടേ എന്ന് പറഞ്ഞു. സത്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോയേനെ, പക്ഷേ കൂടെ പഠിച്ച കൂട്ടുകാരനല്ലേ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കടുക്കനിട്ട പാലം കളിച്ചു. അല്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ 2004 നമ്മൾ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പം തൊപ്പി ഞാനും അവൻ എന്നെ വെല്ലുവിളിച്ചു, അവനെ അങ്ങനെ ചെയ്തു, അവൻ കിട്ടിയത് ആ സ്പോട്ടിൽ പറഞ്ഞത് എന്താ, എടാ PR ഒന്നും അല്ലടാ, തോൽവി നമ്മൾ അംഗീകരിച്ചേ പറ്റും. അല്ല അതൊരു വ്യക്തിയുടെ മര്യാദ കൂടിയാണ്. അത് കാരണം അവിടെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്നതിനും അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നതിനും. അവൻ കെ സുനിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, അവനെ സപ്പോർട്ട് ചെയ്യാം, അവൻ വിളിച്ച പരിപാടിക്ക് നമ്മൾ പോയി. പക്ഷേ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ സാധാരണ മേടിക്കുന്നതിനെക്കാട്ടി പൈസ കുറച്ചാണ് പോയത്, അവന് വേണ്ടി പോയതാണ്. പക്ഷെ ഇവൻ പൈസ തന്നില്ല, ഇവൻ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, എന്ത് മര്യാദകേടാണിത്. അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പുറത്ത് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടാകുന്നു. സിനിമ റിവ്യൂവുമായി ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അത്രയും നെഗറ്റീവിൽ നിന്ന് 4% പേരുടെ പോലും പിന്തുണയില്ലാതെ അകത്ത് ഞാൻ പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളെന്നല്ല ദൈവം തമ്പുരാൻ ചിലപ്പം PR ചെയ്താലും ഞാൻ ജയിക്കണമെന്നില്ല, അകത്ത് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ. പിന്നെ ആദ്യത്തെ വീക്കിൽ പുറത്താക്കുമെന്ന് പറയുമ്പം എന്നാ ജയിക്കണം. ഇത് നമുക്ക് വാശി ഉണ്ടാവുമെന്നല്ലോ. ഒരാളിപ്പോൾ രോഹനെ ഒരാൾ ആക്ഷേപിക്കുമ്പം നമുക്ക് താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. നമുക്കിഷ്ടമല്ലാത്ത ഒരു ഭക്ഷണം എടുത്ത് തന്നിട്ട് നീ ഇതൊരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനത് കഴിച്ചു കാണിക്കും. അതേപോലെ അത്രേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരാളുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്.